ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ ഫിലിം മേക്കിംഗ്. നമ്മുടെ ചാനൽ നമ്മൾ ഇതിന് മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് എ ഫിലിം മേക്കിംഗ്. അത് നമ്മൾ സിനിമ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ സിനിമ സ്റ്റുഡിയോൻ്റെ 2.0 എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ടൂള് ന്യൂലി ഹിക്സ്ഫീൽഡ് എയിൽ പുതുതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൂളിൻ്റെ ഫുൾ ഫീച്ചേഴ്സും പിന്നെ എ ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയലുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹിക്സ്ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ്. ആ ടൂൾ ഓപ്പൺ ചെയ്യുക. ടൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആവും വരിക. ഈ ഒരു ഇൻ്റർഫേസിൽ ഇവിടെ സിനിമ സ്റ്റുഡിയോ 2.0 എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ആ ടൂൾ സെലക്ട് ചെയ്യുക. ആ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആവും ഓൾറെഡി വന്നെടുക്കുക. ഞാനിപ്പോൾ ഇത് ഓൾറെഡി യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് ഇതിൽ ഒരുപാട് പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരുമ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ഇതിൽ ഇമേജ് എന്നുള്ളതും വീഡിയോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. നമുക്ക് എന്തൊരു ഫിലിം മേക്കിംഗ് ആണെങ്കിലും ഫസ്റ്റ് ആ ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ഫ്രെയിം ആദ്യം ക്രിയേറ്റ് ചെയ്യണം. സോ അതിനായിട്ട് നമ്മളൊരു ഫോട്ടോ ജനറേറ്റ് ചെയ്യണം. അതിനാണ് ഇമേജ് ജനറേഷൻ്റെ ഒരു ഫസ്റ്റ് ടൂളാണ് വരുന്നത്. ദെൻ ഇമേജ് ജനറേഷൻ്റെ ടൂളിൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വന്നാൽ ഇവിടെ ഫസ്റ്റ് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും റെഫറൻസ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ റെഫറൻസ് കൊടുക്കാൻ പറ്റും. ദെൻ അതിന് താഴോട്ട് പോന്നാൽ ഇവിടെ 2/4, 1/4 അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ നമുക്ക് ഒറ്റ ജനറേഷനിൽ എത്ര ഫോട്ടോ ആണ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൾട്ടി ഓപ്ഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ജനറേഷനിൽ തന്നെ ഒരു പ്രോംപ്റ്റിൽ 4 ഫോട്ടോ വരെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ അതിൽ വരുന്നത് ആസ്പെക്ട് റേഷ്യോ. അതിൽ 16:9 ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഒരു അറ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ? ഈ ഒരു ഫീച്ചർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. നമ്മൾ എഐ ഫിലിം മേക്കിങ്ങിലൊക്കെ നമുക്ക് വരുന്ന ഏറ്റവും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറും രണ്ടാമത് ജനറേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടറും മാച്ച് ആവില്ല. പക്ഷെ നമ്മൾ ഫിലിം മേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ക്യാരക്ടർ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇവിടെ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടാവും ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എന്താന്ന് വെച്ചാൽ ജനറേറ്റ് ചെയ്ത് വരാം. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. നമ്മൾക്ക് ക്യാരക്ടർ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഇത് വളരെ വളരെ യൂസ്ഫുൾ ആണ്. ദെൻ നമുക്ക് അടുത്ത് വരുന്നത് മൾട്ടി ഷോട്ടാണ്. മൾട്ടി ഷോട്ട് സെലക്ട് ചെയ്താൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്തു. അതിന് മൾട്ടി ഷോട്ട് കൊടുത്താൽ ആ ഒരു ഫോട്ടോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു അറൗണ്ട് 6 ഓർ 9 ഞാനിവിടെ കൊടുത്തിട്ടില്ല. അറൗണ്ട് ഒരു 6 ഓർ 9 ഫോട്ടോസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോറി മേക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊരു ഫ്രെയിം നമുക്ക് പിന്നെയും പ്രോംപ്റ്റ് കൊടുത്ത് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരൂല. ഇതൊക്കെ നമുക്ക് കൺസിസ്റ്റൻസി ക്യാരക്ടർ കൺസിസ്റ്റൻസി ആണെങ്കിലും ഫ്രെയിം കൺസിസ്റ്റൻസി ആണെങ്കിലും അതൊക്കെ കീപ്പ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് ഈ മൾട്ടി ഷോട്ടും പിന്നെ നമ്മളിവിടെ ക്യാരക്ടർ ഇവിടെ ഓരോ ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്താ പറഞ്ഞില്ലേ അതും. ദെൻ ഇമേജ് ജനറേഷൻ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരുന്നതാണ് വീഡിയോ ജനറേഷൻ. നമ്മുടെ ഫിലിം മേക്കിങ്ങിൽ മേജർ പാർട്ടാണ് വീഡിയോ ജനറേഷൻ. ഈ വീഡിയോ ജനറേഷൻ്റെ ടൂളിൽ വന്നാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് വന്നാൽ ഇവിടെ ഡയറക്ടർ പാനൽ. നമുക്ക് ഇവിടെ ക്യാരക്ടർ എന്തെങ്കിലും ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് വരുന്നത്. ദെൻ വരുന്നത് മൂവ്മെൻറ്റ്. നമ്മളിപ്പോൾ ഒരു ക്യാമറ ഷോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാമറേൻ്റെ ഷോട്ട് എങ്ങനെ വരണം, ഏത് ഷോട്ട് വരണം, ഡ്രോൺ ഷോട്ട് വരണോ അതോ നമുക്ക് ഏത് ടൈപ്പ് ഷോട്ടാണ് നമുക്ക് വരണം, ഡോളി ഷോട്ട്, ഡ്രോൺ ഷോട്ട്, സൂം ഇൻ, സൂം ഔട്ട് ഏത് ടൈപ്പ് ഷോട്ടാണ് നമുക്ക് ആ ഒരു ജനറേറ്റ് ചെയ്ത് വരുന്ന വീഡിയോക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിവിടെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ളതാണ് ഈ മൂവ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്പീഡ് റാമ്പിംഗ് ആണ്. ഞാൻ സ്പീഡ് റാമ്പിംഗ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോൻ്റെ എക്സാമ്പിൾ ഞാൻ സൈഡിൽ കൊടുക്കാം. ആ ഒരു സ്പീഡ് റാമ്പിംഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതൊക്കെ നമ്മൾ എഡിറ്റിംഗ് സ്റ്റേജിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെ വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്പീഡ് റാമ്പിംഗ് വരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡ്യൂറേഷൻ ആണ്. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എത്ര 5 സെക്കൻഡോ 10 സെക്കൻഡോ നമ്മൾ ജനറേറ്റ് ചെയ്ത് വരുന്ന വീഡിയോ എത്ര സെക്കൻഡാണ് വേണ്ടത് നമുക്ക് ഓൾറെഡി സെലക്ട് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നത് മൾട്ടി ഷോട്ട്. മൾട്ടി ഷോട്ട് ഇതും പുതുതായിട്ട് വന്നൊരു ഫീച്ചറാണ്. മൾട്ടി ഷോട്ട് എന്താണെന്ന് വെച്ചാൽ മൾട്ടി ഷോട്ടിൻ്റെയും ഒരു റഫറൻസ് വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. നമ്മളിപ്പോൾ സാധാരണ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോൾ 10 സെക്കൻഡിൻ്റെ വീഡിയോ ജനറേറ്റ് ചെയ്താൽ നമ്മൾ ആ 10 സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷോട്ടാവും വീഡിയോ ജനറേറ്റ് ചെയ്ത് വരിക. പക്ഷേ മൾട്ടി ഷോട്ട് സെലക്ട് ചെയ്താൽ 10 സെക്കൻഡിൻ്റെ വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്നുള്ള ഷോട്ട് അതിൽ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വരും. അത് വരുന്നത് 16:9 ആസ്പെക്ട് റേഷ്യോ പിന്നെ വീഡിയോൻ്റെ ക്വാളിറ്റി. ദെൻ നെക്സ്റ്റ് വന്ന ഫീച്ചറാണ്
നമ്മൾ ഏത് ടൈപ്പ് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അവിടെ ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അവിടെ ഞാൻ അവിടെ ആക്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അതോ നിങ്ങൾ ഇനി ഹൊറർ മൂവി ആണോ അല്ലെങ്കിൽ കോമഡി ആണോ, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ജനറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ടൈപ്പ് ഓഫ് ഇമോഷൻസ് നമ്മളെ ക്യാരക്ടറിന് അങ്ങനത്തെ ആ ടൈപ്പ് ഓഫ് ഇമോഷൻസ് ഒക്കെ ജനറേറ്റ് ചെയ്ത് വരുന്ന വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റാർട്ട് ഫ്രെയിമും എൻഡ് ഫ്രെയിമും. സ്റ്റാർട്ട് ഫ്രെയിം ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓൾറെഡി നാനോ ബനാന യൂസ് ചെയ്തിട്ട് ഒരുപാട് ഫോട്ടോ അവിടെ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ അവിടെ സെലക്ട് ചെയ്താൽ നമുക്ക് അത് അനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ദെൻ ഞാനിവിടെ ഓൾറെഡി ChatGPT ഉപയോഗിച്ചിട്ടൊരു സ്ക്രിപ്റ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് റെഡിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ 2 ടൈപ്പ് ഓഫ് പ്രോംപ്റ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യണം. നമ്മൾ ഏത് ഫ്രെയിമാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ അത് ജനറേറ്റ് ചെയ്യണം. ദെൻ ആ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യും വേണം. അപ്പോൾ ഇവിടെ 2 പ്രോംപ്റ്റ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഞാനിവിടെ രണ്ടും ChatGPT ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് ChatGPTയോട് പറഞ്ഞതാണ്. നിങ്ങൾ AI ഫിലിം മേക്കിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റോറി ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് കറക്റ്റ് ഫ്രെയിമൊക്കെ ആദ്യം ഒന്ന് പ്രീ പ്ലാൻ ചെയ്തതിന് ശേഷം ഇമേജ് ജനറേഷനിലേക്കും വീഡിയോ ജനറേഷനിലോട്ടും വന്നാൽ മതി. ഞാനിവിടെ ഫസ്റ്റ് ഒരു 2 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈച്ച് വീഡിയോ 10 സെക്കൻഡ് വെച്ചിട്ട് സോ 12 ഷോട്ട് എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതിനായിട്ട് ഞാനൊരു 12 ഫോട്ടോസ് ഇവിടെ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫോട്ടോ ജനറേറ്റ് ചെയ്യുന്നു. അത് വെച്ച് വീഡിയോ ജനറേറ്റ് ചെയ്യിക്കുന്നത് ഞാൻ ഓൾറെഡി ഒരു ട്യൂട്ടോറിയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. ഞാൻ ആ ട്യൂട്ടോറിയലിൻ്റെ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ നാനോ ബനാന വെച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിൻ്റെയും ഫസ്റ്റത്തെ ഫോട്ടോ അവിടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി ആ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യണം. വീഡിയോ ജനറേറ്റ് ചെയ്യാൻ വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ വരിക. സ്റ്റാർട്ട് ഫ്രെയിം എന്നുള്ള സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ഏത് ഫോട്ടോ വെച്ചിട്ടുള്ള വീഡിയോ ആണ് ജനറേറ്റ് ചെയ്യുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ പ്രോംപ്റ്റ് കൊടുക്കുക. പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം മൾട്ടി ഷോട്ട് സെലക്ട് ചെയ്യുക. മൾട്ടി ഷോട്ട് നിങ്ങൾക്ക് മൾട്ടി ഷോട്ട് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടി ഷോട്ട് സെലക്ട് ചെയ്യുക. അല്ല സിംഗിൾ ഷോട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ഷോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്പീഡ് റാമ്പിങ് നിങ്ങൾക്ക് കസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റം ചെയ്യാം. അല്ലെങ്കിൽ ഓട്ടോ കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു ആക്ഷൻ ടൈപ്പ് തീമാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ ആക്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കോമഡി ആണോ വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തീം എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ജനറേറ്റ് കൊടുത്താൽ നിങ്ങളുടെ വീഡിയോ ജനറേറ്റ് ആയി വരുന്നതാണ്. സോ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയും ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫോട്ടോ ജനറേറ്റ് ചെയ്യുന്നതിന് ട്യൂട്ടോറിയലും വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന ട്യൂട്ടോറിയലും ഇവിടെ കാണിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു സിംഗിൾ വീഡിയോ ആക്കി മാറ്റണം. സോ അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് എഡിറ്റ് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഇതിപ്പോൾ തന്നെ ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ. സോ ഞാൻ ഇതിനു മുമ്പ് സിനിമാറ്റിക് സ്റ്റുഡിയോ വെച്ചിട്ട് AI ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ആ വീഡിയോയിൽ ഞാൻ എഡിറ്റിംഗ് ചെയ്യുന്നതിൻ്റെയും ട്യൂട്ടോറിയൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിൻ്റെ ട്യൂട്ടോറിയൽ സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.